സുവിശേഷ ഘോഷണത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഗൗരവമേറിയ കാര്യമാണ്. അത് ഗൗരവമായി തന്നെ പരിഗണിക്കണം. മിഷണറിമാർ എന്ന നിലയിൽ നാം ആത്മീയമായി മരിച്ചവരുടെ അടുക്കൽ സുവിശേഷം എത്തിക്കും. എല്ലാ രാജ്യങ്ങളിലും യേശു ക്രിസ്തുവിന്റെ പതാക ഉയരുന്നത് വരെ നാം അത് ചെയ്യണം. മിഷണറിമാർ എന്ന നിലയിൽ നാം ക്രിസ്തുവിന്റെ വധുവാകുന്ന സഭയെ മറ്റൊരു രാജ്യത്ത് പടുത്തുയർത്തുന്നു. അങ്ങനെ സഭയ്ക്ക് കൂടുതൽ ശക്തയാകാനും മറ്റുള്ളവരെ സജ്ജരാക്കാനും കഴിയും. പലരും മിഷൻ യാത്രകൾ നടത്തുന്നു എങ്കിലും ഒന്നും ചെയ്യുന്നില്ല. മിക്ക വിശ്വാസികളും സ്വന്തം രാജ്യത്തിൽ സമയം പാഴാക്കുന്നു. അതിനാൽ അങ്ങനെയുള്ളവർ മറ്റൊരു രാജ്യത്ത് സമയം പാഴാക്കുന്നതിൽ അതിശയിക്കാനുമില്ല. നമ്മൾ ശാശ്വതമായ വീക്ഷണത്തോടെ ജീവിക്കണം. നമ്മിൽ നിന്ന് ശ്രദ്ധ എടുത്തു മാറ്റി ക്രിസ്തുവിൽ ശ്രദ്ധ അർപ്പിക്കണം. അപ്പോൾ സുവിശേഷ ഘോഷണം എന്താണെന്ന് നമുക്ക് നന്നായി മനസ്സിലാകും. അത് യേശുവിനെ കുറിച്ചുള്ളതും ദൈവരാജ്യത്തിന്റെ പുരോഗതിക്കായി നമ്മുടെ ജീവനെ വെച്ചു കൊടുക്കുന്നതുമാണ്. റോമർ 10:15 ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നാം സുവിശേഷം പങ്കുവെക്കുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അത് കർത്താവിനെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നു. സുവിശേഷീകരണം ദൈവത്തിന് വളരെ വിലയേറിയതാണ്. അത് ദൈവത്തിന് വിലപ്പെട്ടതാണെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്കും വിലപ്പെട്ട കാര്യമാണ്. എൻ്റെ സുവിശേഷ യാത്രകളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ആളുകളുടെ കണ്ണുകൾ പ്രത്യാശയുള്ളതായി മാറുന്നു എന്നതാണ്. നമ്മുടെ സാന്നിധ്യം പോലും പലർക്ക് സന്തോഷം നൽകുന്നു. നാം പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രതീക്ഷ നൽകുന്നു. ഒറ്റപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായി തോന്നിയവർക്ക് അവർ തനിച്ചല്ലെന്നറിയാൻ നാം സഹായമായി തീരുന്നു. പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റ് മിഷനറിമാർക്ക് പോലും നാം പ്രോത്സാഹനമായി തീരുന്നു. മഹാനിയോഗം പരിഗണിക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അതനുസരിക്കേണ്ട ഒരു കൽപ്പനയാണ്. ക്രിസ്തു യേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.